ഇറാന്റെ അപ്രതീക്ഷിത നീക്കം. വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറാൻ ഒരുങ്ങുന്നതായി സൂചനകൾ. അമേരിക്കയുമായുള്ള വെടിനിർത്തൽ കരാറിൽ നിന്നും പിന്മാറുന്നതിനെ കുറിച്ച് ഇറാൻ ഗൗരവമായി ആലോചിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ലെബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നീക്കമെന്ന് ഇറാനിലെ തസ്നിം ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലെബനനിലെ ഇസ്ലാമിക റെസിസ്റ്റൻസ് മറ്റ് എല്ലാ മേഖലകളിലും പോരാട്ടം അവസാനിപ്പിക്കണമെന്ന ധാരണയുടെ ലംഘനമായാണ് ഇസ്രായേൽ നടപടി ഇറാൻ കാണുന്നത്. ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ കരാർ പുനഃപരിശോധിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ലെബനനിൽ ഇസ്രായേൽ സൈന്യം അതിശക്തമായ ആക്രമണമാണ് അഴിച്ചുവിടുന്നത്. ബെയ്റൂട്ട്, ബേക്കാവാലി, തെക്കൻ ലെബനൻ ഉൾപ്പെടെ 100-ലധികം കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ വൻതോതിൽ ആക്രമണം നടത്തിയത്. 2024 നവംബർ മുതൽ വെടിനിർത്തൽ ഉണ്ടെങ്കിലും മാർച്ച് 2-ന് ഹിസ്ബുള്ള നടത്തിയ അതിർത്തി കടന്നുള്ള ആക്രമണത്തിന് മറുപടിയായാണ് തങ്ങൾ ഈ വ്യോമ കരയുദ്ധം തുടരുന്നതെന്ന് വാദിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ലെബനനിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ലെബനീസ് നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഇതുവരെ 1530 പേർ കൊല്ലപ്പെടുകയും 4812 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമായ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇറാൻ കരാറിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചാൽ ആ മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും. മാത്രമല്ല, ഇറാനും അമേരിക്കയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിൽ ലെബനൻ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇറാന്റെ വാദം. ഇറാൻ മുന്നോട്ട് വെച്ച 10 സമാധാന പദ്ധതിയിൽ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടം അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. ഇസ്രായേലിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ഹോർമുസ് കടലിടുക്ക് അടച്ചതായും ഇറാന്റെ ഫാർസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ടാങ്കറുകളുടെ ഗതാഗതം പൂർണ്ണമായും തടയുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. എന്നാൽ ലെബനനെ ഈ കരാറിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിലപാട്. അതേസമയം ഇറാന്റെയും കരാറിന് ഇടനിലക്കാരനായ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിന്റെയും വീക്ഷണങ്ങൾക്ക് വിരുദ്ധമായി ലെബനൻ ഒരിക്കലും യഥാർത്ഥ വെടിനിർത്തൽ നിർദ്ദേശത്തിന്റെ ഭാഗമായിരുന്നില്ലെന്ന് പ്രസിഡന്റ് മുതൽ താഴെയുള്ള US ഉദ്യോഗസ്ഥർ തറപ്പിച്ചു പറയുന്നുണ്ട്. പക്ഷേ ലെബനനിൽ തുടർച്ചയായ പോരാട്ടം ചർച്ചകളെ തകർക്കാനും മേഖലയെ വീണ്ടും യുദ്ധത്തിലേക്ക് തള്ളിവിടാനും സാധ്യതയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് സന്തുഷ്ടനല്ലെങ്കിൽ കൂടുതൽ ആക്രമണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ വാഷിംഗ്ടൺ സ്വകാര്യമായോ പരസ്യമായോ ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്ന ഒരു നിമിഷം വരാൻ സാധ്യതയുണ്ട്. ലെബനനിലെ തങ്ങളുടെ പ്രചാരണത്തിന് സമയം മങ്ങുകയാണെന്ന് ഇസ്രായേൽ തിരിച്ചറിയുന്നു. അതിനാൽ US നയതന്ത്ര സംരക്ഷണം ഇപ്പോൾ ഉള്ളപ്പോൾ തന്നെ ആക്രമണങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ ഇന്നലെ തീരുമാനിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.